ഹലോ എവ്രി വൺ, വെൽക്കം ടു LK ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സർവീസസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. അതായത് വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ നമ്മൾ ഏറ്റവും പ്രീ ഹിസ്റ്ററിയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അതിൽ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എത്ര പ്രോമിനൻ്റ് ആണ് നമ്മൾ ആ ക്ലാസ്സിൽ കണ്ടിരുന്നു. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള നമ്മുടെ നെയ്ബറിങ് ഒരു കൺട്രിയുടെ സിവിലൈസേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പുതിയ ലാംഗ്വേജും പുതിയ ടെർമോളജീസ് ഒക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. So, we are discussing about ancient Chinese civilization. അപ്പോൾ മെസപ്പൊട്ടേമിയൻ പോലെ തന്നെ ഏൻഷ്യൻറ്റ് ചൈനീസ് സിവിലൈസേഷൻ നമുക്ക് പാർട്സ് ആയിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു ലെങ്തി ടോപ്പിക്കാണ്. നമ്മൾ പരമാവധി അത് ഷോർട്ടൺ അപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിതും പാർട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് സാധാരണ നമ്മുടെ ഓരോ ക്ലാസ്സിൻ്റെ എൻഡിൽ നമ്മൾ ക്വസ്റ്റൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ടോപ്പിക്സ് കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് ആദ്യം ടോപ്പിക്സ് പഠിച്ചിട്ട് ഒരു സർട്ടൻ ക്വസ്റ്റൻ ആൻസർ സെഷൻ തന്നെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. So, let's begin with ancient Chinese civilization. Ancient Chinese civilization. China is a vast country with a huge range of terrains and climate within it. Mountains, deserts and coastal lands, and above all, the great river system of China. അപ്പോൾ നമുക്കറിയാം ചൈന എന്ന് പറയുന്നത് വളരെ വലിയ രാജ്യമാണ്. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിനാരിയോ എടുക്കുമ്പോൾ നമുക്കറിയാം പല രാഷ്ട്രങ്ങളായിട്ടും പല ഡെവലപ്ഡ് രാഷ്ട്രങ്ങളായിട്ടും ഒത്തുപോയി അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ ഡെവലപ്മെൻറ്റ് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് ചൈന. ചൈനയ്ക്ക് എന്ന് പറയുന്നത് ചൈനയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാ രീതികളിലും ചൈനയിൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. റിവറിന് റിവർ, മൗണ്ടെയിൻ റേഞ്ച്, കോസ്റ്റൽ ലൈൻസ് ആണെങ്കിൽ അങ്ങനെ, ലാൻഡ് ആണെങ്കിലും ഡിഫറെൻ്റ് ആണ്. എല്ലാത്തരം ക്ലൈമറ്റ്സും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ നമുക്ക് നെയ്ബറിങ് കൺട്രി, ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം കുറേയൊക്കെ നമ്മുടെ നോർത്തേൺ സൈഡിൻ്റെ ക്ലൈമറ്റ് ചൈനയിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് റിവേഴ്സ്, കുറച്ച് കണക്റ്റഡ് നെയിംസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ദി യെല്ലോ റിവർ ടു ദ നോർത്ത് ആൻഡ് ദ യാറ്റ്സി ടു ദ സൗത്ത്. ഈ രണ്ട് റിവേഴ്സിൻ്റെ പേര് നമ്മൾ ആദ്യം ഓർത്ത് വെക്കേണ്ട കാര്യം. യെല്ലോ റിവർ എവിടെയാണ്? നോർത്തേൺ സൈഡ് ഓഫ് ചൈനയാണ്. പിന്നെ യാങ്സി എന്ന് പറയുന്നതാണ് സദേൺ സൈഡ്. പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ വേറെ ആയിരിക്കും. നമുക്ക് വേർഡുകൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ രീതിയിൽ നമുക്ക് പ്രൊനൗൺസിയേഷൻ നോക്കാം. All these have helped to shape Chinese civilization. ഈ നമുക്കറിയാം ടിബറ്റ് എന്തുകൊണ്ടാണ്, അതായത് ചൈനയുടെ അറ്റാക്കിൽ നിന്ന് കുറേ വർഷങ്ങൾ ടിബറ്റിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കാരണം അതിൻ്റെ മൗണ്ടൻ റേഞ്ചസ് ആണ്. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഒരു ഗ്രാഫ് എടുത്താൽ പോലും നമുക്കറിയാം മൗണ്ടെയിൻ റേഞ്ച് ഹെൽപ്സ് എ ലോട്ട്. കാരണം പെട്ടെന്നൊരു അറ്റാക്ക് വരികയാണെങ്കിൽ പോലും ഈ മൗണ്ടൻസ് ആണ് നമ്മളെ കുറേയൊക്കെ നമ്മുടെ ആർമിയേക്കാളും കുറേയൊക്കെ അതാണ് നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ സഹായിക്കുന്നത്. ചൈനയ്ക്കും അങ്ങനെ തന്നെയാണ് അവരുടെയും ഒരു കോസ്റ്റ് ലൈൻസ് ഒക്കെ വരുന്നത്. The Yellow River region. The civilization of ancient China first developed in the Yellow River region of northern China in the 3rd and 2nd millennia BCE. അപ്പോൾ യെല്ലോ റിവർ റീജിയൻ ഡെവലപ്പ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കറിയാം ഒരു റിവർ ഫോം ചെയ്യാൻ കുറേ സമയം എടുക്കും. ആ യെല്ലോ റിവർ റീജിയൻ ഡെവലപ്പ് ചെയ്യാനെടുത്ത സമയം എന്ന് പറയുന്നത് 3rd and 2nd millennium BC ആണ്. ഒരു ഏകദേശം കണക്കുകൂട്ടലിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു വർഷം. This is a very fertile region. However, the land needs irrigation to make the crops grow and well-built river embankment to prevent catastrophic flooding. അപ്പം നമുക്കറിയാം അത് പണ്ട് കാലങ്ങളിൽ സെറ്റിൽമെൻറ്റ്സ് ഏറ്റവും കൂടുതൽ റിവർ സൈഡുകളിലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വാട്ടർ റിസോഴ്സ്, അത് മാത്രമല്ല ഈ റിവർ സൈഡുകളിലുള്ള മണ്ണുകൾക്ക് കുറച്ചുകൂടി പ്രത്യേകത ഉണ്ടാവും. കാരണം കൂടുതൽ ഫെർട്ടൈൽ ആയിരിക്കും. അപ്പോൾ കൂടുതൽ സെറ്റിൽമെൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കകാലത്തിൽ ഇങ്ങനെ ഒരു റിവർ ഫോം ചെയ്തിരുന്നെങ്കിൽ പോലും സെറ്റിൽമെൻ്റ് ആണ് ഇറിഗേഷൻ്റെ കൂടുതൽ സ്കോപ്പും അതേപോലെ തന്നെ പോപ്പുലേഷൻ സെറ്റിൽമെൻറ്റ് അവിടെ വരാൻ കാരണം ഈ ഒരു റിവർ ആണെങ്കിൽ പോലും ഈ ഒരു സെറ്റിൽമെൻ്റ് ആണ് ശരിക്കും ഈ റിവറിനെ കൂടുതൽ യൂസ്ഫുള്ളും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ സറൗണ്ടിങ് ഏരിയ ഇത്ര ഫേമസ് ആക്കാൻ കാരണം. In ancient time, the main crop in northern China was millet, a food still grown in many parts of the world as a major crop. നമുക്കറിയാം മില്ലറ്റ്, വീറ്റ്, റൈസ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ലോകരാഷ്ട്രങ്ങൾ എടുത്താലും ഈ പറയുന്ന ക്രോപ്സ് ഒക്കെ വെൽ ഗ്രോൺ ക്രോപ്സ് ആണ്. ഇപ്പോൾ ചൈനയിൽ തന്നെ ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇറിഗേഷൻ നടത്തിയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറൽ ക്രോപ്പ് എന്ന് പറയുന്നത് മില്ലറ്റ് ആയിരുന്നു. ഇപ്പം നമുക്കറിയാം എല്ലാ ഇതുകളിലും സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് മില്ലറ്റ് എന്നുള്ളത്. ഇങ്ങനെയാണ് യെല്ലോ റിവർ എന്ന് പറയുന്നത്. ഇതൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയാണ് യെല്ലോ റിവർ ചൈനയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. ദ യാങ്സി വാലി റീജിയൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു നോർത്തേൺ സൈഡിൽ നമുക്ക് യെല്ലോ റിവർ ഉണ്ട്, സദേൺ സൈഡിൽ നമുക്ക് യാൻസി റിവർ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു റീജിയനെ പറയുന്നതാണ് യാൻസി വാലി റീജിയൻ.
To the south, the Great Yangtze Valley, when its warm, wet climate was the first area in the world where rice was grown sometime before 5000 BC. നമുക്കറിയാം നമ്മുടെ രാജ്യത്തും റൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അരി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്രോപ്പാണെന്ന് നമുക്കറിയാം. പക്ഷെ എന്നാൽ തന്നെ ചൈനയിലാണ് ആദ്യമായിട്ട് റൈസ് ഗ്രോ ചെയ്യപ്പെട്ടത്. അതേപോലെ തന്നെ ഈ റൈസ് എന്ന് പറയുന്നത് എത്ര വർഷം മുന്നാണ്, 5000 BCക്ക് മുന്നാണ് ചൈനയിൽ ആദ്യമായിട്ട് കൾട്ടിവേഷൻ തുടങ്ങിയത്. അതും ഏത് റീജിയനിലായിരുന്നു? യാൻസി വാലി റീജിയനിലായിരുന്നു. കാരണം അവിടുത്തെ യാൻസി വാലി റീജിയനിലെ മണ്ണ് ഭയങ്കര തണുപ്പുള്ളതും ഭയങ്കര വെറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ അരി നടുമ്പോൾ നമുക്കറിയാം അങ്ങനത്തെ ഒരു തണുപ്പുള്ള ഇതല്ലെങ്കിൽ കൂടുതൽ വെള്ളം വേണ്ട, അല്ലെങ്കിൽ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ഇതാണ് വേണ്ടത്. അതായത് കൂടുതൽ ഹീറ്റ് ഇതൊക്കെയുള്ള ക്ലൈമറ്റ്, ഭയങ്കര റഫ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഹാർഡ് ക്ലൈമറ്റ്സിലൊന്നും റൈസ് വളരില്ല. അങ്ങനെ നല്ലൊരു അഡാപ്റ്റീവ് ക്ലൈമറ്റ് റൈസ് വെക്കാനുള്ള അല്ലെങ്കിൽ അരിനെ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള നല്ലൊരു ബേസിക് അഡാപ്റ്റീവ് ക്ലൈമറ്റ് ആയിരുന്നു യാൻസി റീജിയനിൽ കണ്ടുവന്നിരുന്നത്. Rice is one of the most nutritious plants in the world. From this region, rice cultivation spread far and wide across southern China into Southeast Asia. അപ്പോൾ ചൈനയിൽ നിന്ന് പിന്നെ നമുക്കറിയാം ഒരു സാധനം ഒരു ഭാഗത്ത് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഡസൻ ടേക്ക് മച്ച് ഓഫ് എ ടൈം ടു ബി സ്പ്രെഡഡ്. അപ്പോൾ അത് കഴിഞ്ഞ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കൊക്കെ ഈ കൾട്ടിവേഷൻ കൂടുതൽ സ്പ്രെഡായി കഴിഞ്ഞു. For much of ancient time, the Yangtze region remained outside the Chinese culture area. However, from about 700 BC, the kingdoms and people here began to be gradually absorbed into the Chinese world. അപ്പോൾ നമുക്ക് യാൻസി റീജിയൻ നമ്മളിപ്പോൾ ചൈനീസ് സിവിലൈസേഷൻ അണ്ടറിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും തുടക്കകാലങ്ങളിൽ യാൻസി റിവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ യാൻസി വാലി റീജിയൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ചൈനയുടെ ഉള്ളിലായിരുന്നില്ല. പിന്നീട് വന്ന കിങ്ഡംസും പിന്നീട് വന്ന ഇൻവെൻഷൻസും ഇൻവേഷൻസും ഒക്കെ കാരണമാണ് ഇപ്പോൾ ഉള്ള യാൻസി വാലി ചൈനയുടെ ഉള്ളിൽ വന്നത്, അല്ലെങ്കിൽ ചൈനയുടെ മാപ്പിൽ അല്ലെങ്കിൽ ചൈനയുടെ റീജിയനിൽ വരാൻ കാരണം. ഇതാണ് യാൻസി റിവറിൻ്റെ ഒരു സാമ്പിൾ പിക്ചർ. ഇങ്ങനെയാണ് യാൻസി റിവർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് യാൻസി റിവർ. ദ സൗത്ത്, the Chinese only expanded into the mountains and coastland of southern China in the later ancient period. After the rest of China had been unified under the rule of emperors, it remained a largely frontier region until later century. നമുക്കറിയാം ആദ്യം ചൈന, അതായത് ചൈനയുടെ ബൗണ്ടറീസ് എക്സ്പാൻഡ് ചെയ്യപ്പെട്ടിരുന്നപ്പോൾ ആദ്യം ചൈനീസ് ബൗണ്ടറി എന്ന് പറയുന്നത് കോസ്റ്റൽ ലാൻഡ് മൗണ്ടൻ ആ ഒരു റീജിയനിൽ അത് ഒതുങ്ങപ്പെട്ടിരുന്നു. പിന്നീട് വന്നിരുന്ന എംപറേഴ്സും പിന്നീട് വന്ന റൂളേഴ്സും അവരുടെ ഇൻവേഷൻസ് ഒക്കെ കാരണം റീജിയൻസ് കുറച്ചുകൂടെ എക്സ്പാൻഡബിൾ ആയി തുടങ്ങി. അപ്പോൾ പിന്നീട് എന്താ ചോദിച്ചാൽ ഈ എക്സ്പാൻഡഡ് റീജിയൻസ്, അതായത് ഓരോ ആൾക്കാർ വരും, ആ വ്യക്തികൾ ഓരോ ഇതുകൾ കീഴടക്കും. പിന്നീട് അതെല്ലാം കൂടി യൂണിഫൈഡ് ആയി ഒരു ഇതിലേക്ക് വന്നു. അങ്ങനെയാണ് ചൈന ഇത്രയും വലിയൊരു കൺട്രി ആയിട്ട് ഫോർമുലേറ്റ് ആവാൻ കാരണം. മുന്നേ അതൊരു സർട്ടൻ സ്പെസിഫിക് റീജിയൻസ് ആയിരുന്നു. The steppes of Central Asia. To the north and west of the Yellow River region are the wide plains of the Central Asia. This landscape here is generally unsuitable for farming, and the people have mostly followed a nomadic way of life as herders of cattle, sheep and horse. അപ്പോൾ തുടക്കകാലങ്ങളിൽ നമുക്കറിയാം ഈ റിവറിനെ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ യാങ്സി ആണെങ്കിലും യെല്ലോ റിവർ ആണെങ്കിലും അതിനെ തുടർന്നിട്ടായിരുന്നു അവിടെ സെറ്റിൽമെൻറ്റ് വന്നതും കൾട്ടിവേഷൻ വന്നതും. അപ്പോൾ ഫാമിംഗ് ഒക്കെ ആ ഏരിയകളിലായിരുന്നു. പക്ഷേ എന്നാൽ തന്നെ ഈ യെല്ലോ റിവർ റീജിയൻ്റെ കുറച്ചുകൂടെ അകലേക്കുള്ള വൈഡ് റീജിയൻസ് ഒക്കെ പിന്നീടും അവിടെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും ഫാമിങ്ങിലേക്കല്ല ഇറങ്ങിയിരുന്നത്. കാരണം ഫാമിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വെറ്റ്ലാൻഡ് വേണം, വാട്ടർ റിസോഴ്സ് കുറച്ചുകൂടെ വേണം. അതൊന്നും അവിടെ അത്ര അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഫാമിങ്ങിനൊരു ഇമ്പോർട്ടൻറ്റ് ഇതില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കൂടുതലും ഹേർഡേഴ്സ് ആയിരുന്നു. അതായത് ഹണ്ടിങ്, അതേപോലെ തന്നെ ഇപ്പോൾ ഹണ്ട് ചെയ്ത മൃഗങ്ങളെ പിടിക്കുക, അല്ലെങ്കിൽ പഴങ്ങളും ബാക്കി എന്താ പറയുക ഫോറസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബാക്കി റിസോഴ്സസ് വെച്ച് ജീവിച്ചിരുന്ന ഹേർഡേഴ്സ് ആയിരുന്നു കൂടുതലും യെല്ലോ റിവറിൻ്റെ ബാക്കി, അതായത് അടുത്ത് വരുന്ന ബാക്കിയുള്ള വൈഡ് പ്ലെയിൻ ഏരിയാസ്. ഈ ഏരിയനെ പറയുന്നതാണ് സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നമുക്കറിയാം യെല്ലോ റിവർ നോർത്തിലും യാൻസി സൗത്തിലും ഉണ്ട്. ഇതിൽ നിന്ന് രണ്ടിനും ദൂരം എടുത്ത് വരുന്നതാണ് സെൻട്രൽ ഏഷ്യ, രണ്ടിനും നടുക്കായിട്ട് വരുന്ന സെൻട്രൽ ഏഷ്യ. ഇവിടെ റിവേഴ്സ് രണ്ട് ഭാഗത്താണെങ്കിൽ ഇവിടെ കൂടുതലും ഹേർഡേഴ്സ് ആയിരുന്നു. കാരണം ഈ ഏരിയകളിൽ ഫാമിങ്ങിന് അത്ര പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം കൂടുതലും അത്ര വെറ്റ്ലാൻഡ് ആയിരുന്നില്ല, കുറച്ചുകൂടി ഒരു റഫ് ലാൻഡ് ആയിരുന്നു സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത്.
Modern scholars believe that various cultural influences traveled along this route in ancient time to help shape China's civilization. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഉള്ള അതായത് ചൈനീസ് സിവിലൈസേഷനിൽ നമുക്കറിയാം അവർ ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും അവർ കൾച്ചർ എടുക്കുകയാണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് അവർക്ക് തന്നെ ഒരു യുണീക്നെസ് ഉണ്ട്. ഇപ്പം ഇന്ത്യക്കുള്ള പോലെ തന്നെ ബാക്കി രാജ്യങ്ങൾക്കുള്ള പോലെ തന്നെ അവർക്ക് ഭയങ്കര യുണീക്നെസ് ഉണ്ട്. അപ്പോൾ സ്കോളേഴ്സ് പലരും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇൻബിൽഡ് ആയിട്ടുള്ള എന്താ പറയുക കൾച്ചറല്ല, പക്ഷെ പല ട്രാവലേഴ്സും പല എക്സ്പ്ലോറേഴ്സും വന്നു പോയ ഇതുകളിൽ വന്നിരുന്ന ഇൻഫ്ലുവൻസ് ആണ് അതെന്നാണ് പറയപ്പെടുന്നത്. കുറച്ചൊക്കെ അവരുണ്ടായിരുന്നു, ബാക്കിയൊക്കെ എക്സ്റ്റേണൽ കോൺട്രിബ്യൂഷൻ കാരണം വന്നതാണെന്നും പറയപ്പെടുന്നു. ഇതാണ് സ്റ്റെപ്പി പീപ്പിൾ ഓഫ് സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യയിൽ അതായത് പണ്ട് കാലത്ത് ഹേർഡേഴ്സ്, അത് കഴിഞ്ഞ ഹേർഡേഴ്സിന് അതായത് ഹേർഡേഴ്സ് നമുക്കറിയാം ഓരോ ട്രൈബ്സ് ആയിട്ട് മാറും. അവർ ഹണ്ടിങ്ങും ഗാദറിങ്ങും അല്ലാതെ തന്നെ അവർ ഇൻവേഷൻസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ആ സമയത്തുള്ള നൊമാഡ്സ് ആൻഡ് വാരിയേഴ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഇമേജ് ആണിത്, സ്റ്റെപ്പി പീപ്പിൾസ് ഓഫ് സെൻട്രൽ ഏഷ്യ. For example, skills in working with metal and in particular making bronze objects seems to have come from China from the Middle East across Central Asia. ഇപ്പോൾ പറഞ്ഞ പോലെ അതായത് ചൈനയ്ക്ക് ചൈനയുടെ ആയിട്ടുള്ള കൾച്ചേഴ്സ് ഉണ്ട്, ചൈനയുടെ ആയിട്ടുള്ള ഡ്രസ്സുണ്ട്, ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ പോലും പല സ്കിൽസും പല കാര്യങ്ങളും പുറത്തുനിന്ന് വന്നതാണ്. അതിൻ്റെ ഒരു ബേസിക് എക്സാമ്പിളാണ് നമ്മൾ മെറ്റൽ, അതായത് മെറ്റൽ വെച്ചിട്ടുള്ള നമ്മൾ മെറ്റൽ ഉണ്ടാക്കുന്നതാണെങ്കിലും അതിലുള്ള ക്രാഫ്റ്റിംഗ് സ്കിൽസ് ആണെങ്കിലും അത് വെച്ചിട്ടുള്ള ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ മിഡിൽ ഈസ്റ്റ് നിന്ന് വന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം പല എന്താ പറയുക ഉണ്ടാക്കുന്ന മെത്തേഡ്സ് ഒക്കെ മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ട്രാവലേഴ്സ് മുഖാന്തരം ചൈനയിൽ വന്നു എന്നാണ് പല സ്കോളേഴ്സും പറഞ്ഞു വെക്കുന്നത്. എല്ലാം ചൈനയിലെ ഇൻബിൽഡ് അല്ലെങ്കിൽ ചൈനയിൽ സെൽഫായിട്ട് ഉണ്ടായിരുന്നു എന്നല്ല, കുറച്ചൊക്കെ പുറത്തുനിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ അവരെ തന്നെയായിരുന്നു. So, seems to have come from China from the Middle East across Central Asia. Later, the chariot also apparently arrived in China from the same direction. The people of the steppes were tough warriors, and the mobility that their nomadic lifestyle gave them enabled them to raid swiftly into territory populated by more settled farming population. They were a regular scourge to the Chinese in ancient time as well as later. കൂടുതലും അതായത് നമ്മൾ പറഞ്ഞു നോർത്തേൺ സൈഡിലും സദേൺ സൈഡിലും റിവർ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലും ഫാമേഴ്സും അതിനെ സംബന്ധിച്ചുള്ള കൾട്ടിവേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അവർ കൂടുതൽ എന്താ പറയുക ഈ നമ്മൾ പറയുന്ന പോലെ സെറ്റിൽമെൻറ്റിനോ അല്ലെങ്കിൽ ഇൻവേഷൻസിനോ കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിരുന്നില്ല. കാരണം അവർ കൂടുതൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. സോ ദേ വെർ ഹാപ്പി. ആ ഒരു കോൺസെപ്റ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷേ സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നിടത്ത് നമുക്കറിയാം നൊമാഡ്സ് ആയിരുന്നു കൂടുതൽ. അതുകൊണ്ട് തന്നെ കാടുകളും അതേപോലെ തന്നെ അവിടെയുള്ള ഇതുകളിൽ സെറ്റിലായിട്ട് ആൾക്കാർ കുറച്ചുകൂടി റഫായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് മൃഗങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ കുതിര, അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ അവർക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ലോണം അറിയായിരുന്നു. അതേപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ ആസ് എ ഹേർഡേഴ്സ്, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ അഗ്രസീവ് ഇൻ നേച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇൻവേഷൻസ് വന്നിരുന്നത് സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ്. അത് സെൻട്രൽ ചൈനയായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ഒരു പാർട്ടിൽ നിന്ന് ബാക്കിയുള്ള നോർത്തേൺ സദേൺ സൈഡിലേക്കാണ് ഇവർ ഇൻവേഷൻസ് നടത്തിയിരുന്നത്. അത് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കൂടുതലും ഈ ഫാമേഴ്സിനെ അവർക്ക് ആ ഒരു ഏരിയാസിനൊക്കെ കീഴടക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രെങ്തിയർ ആയിട്ടുള്ള നൊമാഡ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതാണ് സ്റ്റെപ്പീസ് ഓഫ് സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റെപ്പി പീപ്പിൾസ് ഓഫ് സെൻട്രൽ ഏഷ്യ നൊമാഡ്സ് ആൻഡ് വാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇവരാണ് ഏറ്റവും കൂടുതൽ അറ്റാക്കുകൾ നടത്തിയിരുന്നു. അവരങ്ങനെ കീഴടക്കി ഇൻവേഷൻ ചെയ്ത് ഇവേഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ള ഒരു ഏഷ്യൻ ബൗണ്ടറി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ചൈനീസ് സിവിലൈസേഷനെ കുറിച്ച് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ, അതായത് ചൈനീസ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് സിവിലൈസേഷനാണ്. നമുക്കത് 2-3 ക്ലാസ്സുകളിലായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു ബേസിക് ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടണം. അപ്പോൾ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിൽ നിങ്ങൾക്ക് ഒരു ചൈനയുടെ മാപ്പും ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മൈൻഡിലുണ്ടാവും. എങ്ങനെയാണ് ചൈന സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് നോർത്ത്, എന്താണ് സൗത്ത്, എന്താണ് മിഡിൽ പോർഷൻ, അതേപോലെ നോർത്തിൽ എന്താണ് സെറ്റിൽമെൻറ്റ്, അവരെന്ത് ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനിൽ മനസ്സിലായിട്ടുണ്ടാവും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ക്ലാസ്. സോ പ്രിപ്പയർ വെൽ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.